മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ പട്ടണത്തിൽ താമസിച്ചിരുന്നത് ഹനാനായിരുന്നു. അവൾ ഒരിക്കൽ വളരെ ഉത്സാഹം നിറഞ്ഞ സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയായിരുന്നു. എന്നാൽ ജീവിതത്തിലെ ചില തോൽവികൾ അവളെ ശാന്തയാക്കി, ഒറ്റപ്പെട്ടവളാക്കി. അവൾക്കിഷ്ടമായിരുന്ന ഒന്നാണ് നൃത്തം. പക്ഷേ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ കാരണം അവൾ ആ സ്വപ്നം മറന്നു. ഇപ്പോൾ അവളുടെ ലോകം വീട്ടും ജോലിയും മാത്രം. ഒരു ദിവസം അവൾ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഒരു പുതിയ ടീച്ചറെത്തി, റിഹാൻ. കുട്ടികളോട് കളിച്ചു ചിരിപ്പിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരാൾ. ജീവിതം വളരെ സീരിയസ് ആക്കണ്ട, അവൻ പലപ്പോഴും പറയും. ആദ്യ ദിവസം തന്നെ ഹനാനെ അവനെ ശ്രദ്ധിച്ചു. പക്ഷെ അവൾ സംസാരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ ഒരു കലാപരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. പ്രിൻസിപ്പൽ ഹനാനയെ സമീപിച്ചു. നിനക്ക് നൃത്തമറിയാമെന്ന് കേട്ടു. അവൾ നിരസിച്ചു. ഇപ്പോൾ അതൊന്നും വേണ്ട. അത് കേട്ട റിഹാൻ അവളുടെ അടുത്തെത്തി. നീ എന്തിനാണ് നിന്റെ ഇഷ്ടം മറക്കുന്നത്? ഹനാനയ്ക്ക് മറുപടിയില്ല. അടുത്ത ദിവസങ്ങളിൽ റിഹാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ചെറിയ പരിശീലനം. പതിയെ അവൾ വീണ്ടും നൃത്തത്തിലേക്ക് തിരിച്ചുവന്നു. ആ സമയം അവൾക്ക് മനസ്സിലായി, അവൾക്ക് നഷ്ടമായത് സ്വപ്നങ്ങളല്ല, ആത്മവിശ്വാസം. ഒരു ദിവസം കലാപരിപാടിയിൽ ഹനാന സ്റ്റേജിൽ കയറി. വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും നൃത്തം ചെയ്തു. പ്രേക്ഷകർ കൈയടിച്ചു. എന്നാൽ അവളുടെ കണ്ണുകൾ ഒരാളെ മാത്രം തേടി, റിഹാൻ. പ്രോഗ്രാം കഴിഞ്ഞ് അവൾ അവന്റെ അടുത്തേക്ക് നടന്നു. നന്ദി, എന്റെ ജീവിതം തിരിച്ചുകൊടുത്തതിന്. റിഹാൻ ചിരിച്ചു. നിന്റെ ജീവിതം ഞാൻ കൊടുത്തതല്ല, നീ തന്നെ കണ്ടെത്തിയത്. ആ നിമിഷം ഹനാനയ്ക്ക് അവനോടുള്ള സ്നേഹം മനസ്സിലായി. കാലം കടന്നു. അവർ കൂടുതൽ അടുത്തായി. അവരുടെ ബന്ധം സ്നേഹമായി മാറി. ഒരു ദിവസം റിഹാൻ പറഞ്ഞു, നീ ഇനി നൃത്തം ഉപേക്ഷിക്കരുത്, അത് നിന്റെ ആത്മാവാണ്. ഹനാന ചിരിച്ചു. അപ്പോൾ നീ? ഞാൻ നിന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാകാമോ? അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. നീ ഇതിനകം തന്നെയുണ്ട്. അവരുടെ പ്രണയം വലിയ വാക്കുകളിലല്ല, ചെറിയ പിന്തുണകളിലായിരുന്നു. ഇന്ന് ഹനാന ഒരു നൃത്ത അധ്യാപികയായി മാറി. അവളുടെ ഓരോ ക്ലാസ്സിലും അവൾ തന്റെ കഥ പറയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരിക്കലും വിട്ടുകളയരുത്. പിന്നിൽ ഒരു മൂലയിലിരുന്ന് ചിരിച്ചുകൊണ്ട് നോക്കുന്ന ഒരാൾ, റിഹാൻ. അവളുടെ സ്വപ്നങ്ങളും അവളുടെ സ്നേഹവും രണ്ടും ഒരുമിച്ച് വിജയിച്ചു. തൃശൂരിലെ ഒരു തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ സ്വന്തം ലോകത്തിൽ ഒറ്റപ്പെട്ടു ജീവിച്ചിരുന്നത് രേവതിയായിരുന്നു. ജോലി, വീട്ടുജീവിതം, ഉത്തരവാദിത്വങ്ങൾ. അവളുടെ ദിവസങ്ങളെല്ലാം ഒരേപോലെ. ഒരിക്കൽ നിറഞ്ഞ ചിരിയുണ്ടായിരുന്ന അവളുടെ മുഖത്ത് ഇപ്പോഴൊരു നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണമായിരുന്നു അവളുടെ പഴയ പ്രണയം. അവൾ വളരെ വിശ്വസിച്ച ഒരാൾ ഒരു ദിവസം ഒന്നും പറയാതെ അവളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. ആ വേദന അവളെ പ്രണയത്തിൽ നിന്ന് ദൂരെയാക്കി. ഒരു ദിവസം കനത്ത മഴ പെയ്യുമ്പോൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയാതെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പിൽ അവൾ കുടുങ്ങി. അവിടെ ഒരു അന്യനായ യുവാവ് നിന്നിരുന്നു, കിരൺ. മഴ നിൽക്കാൻ കാത്തിരിക്കുകയാണോ? അവൻ ചോദിച്ചു. മഴ നിൽക്കുമെന്ന വിശ്വാസമില്ല, അവൾ മറുപടി നൽകി. കിരൺ ചെറുതായി ചിരിച്ചു. എല്ലാ മഴയ്ക്കും ഒരവസാനമുണ്ടാകും, അതിനുശേഷം സൂര്യൻ വരും. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ പതിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് കണ്ടുമുട്ടി. കിരൺ വളരെ ലളിതമായൊരു വ്യക്തിയായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ അവൻ പഠിപ്പിച്ചു. അവന്റെ ചിരി, അവന്റെ വാക്കുകൾ, ഇതെല്ലാം രേവതിയുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാക്കി. ഒരു ദിവസം കിരൺ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് ചിരി മറച്ചുവെക്കുന്നത്? അവൾ നിശബ്ദമായി. കാരണം ഞാൻ വീണ്ടും വേദനിക്കാൻ ഭയപ്പെടുന്നു. കിരൺ മൃദുവായി പറഞ്ഞു. വേദനയെ പേടിച്ചാൽ സന്തോഷവും നഷ്ടപ്പെടും. ആ വാക്കുകൾ അവൾക്കൊരു പുതിയൊരു ധൈര്യം നൽകി. കാലം കടന്നു. രേവതിയുടെ ജീവിതം വീണ്ടും നിറം കൊണ്ടു. അവൾ വീണ്ടും ചിരിക്കാനും സ്വപ്നങ്ങൾ കാണാനും തുടങ്ങി. അവൾക്ക് കിരണോടുള്ള സ്നേഹം മനസ്സിലായി. ഒരു ദിവസം മഴ പെയ്യുന്ന സമയത്ത് അവരാദ്യമായി കണ്ട ബസ് സ്റ്റോപ്പിൽ വീണ്ടും നിന്നു. കിരൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ വീണ്ടും വിശ്വസിക്കാൻ തയ്യാറാണോ? അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. നിന്നെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്, അവൾ പറഞ്ഞു. അവൻ ചിരിച്ചു. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു.
ഞാനും. ആ നിമിഷം മഴ പതിയെ നിർത്തി. മേഘങ്ങൾ മാറി, സൂര്യൻ തെളിഞ്ഞു. അവരുടെ പ്രണയം മഴ പോലെ ആരംഭിച്ചു, വേദനയും ഓർമ്മകളും നിറഞ്ഞത്. പക്ഷേ അത് സൂര്യനെപ്പോലെ അവസാനിച്ചു, പ്രകാശവും സന്തോഷവും നിറഞ്ഞത്. ഇന്ന് ഓരോ മഴയും അവർക്കൊരു ഓർമ്മയാണ്. കാരണം മഴയ്ക്കു ശേഷം എപ്പോഴും ഒരു സൂര്യനുണ്ടാകും.